നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മറ്റുള്ള രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കടുത്ത നിയമങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ളത്. അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ അടിത്തറ എന്ന് പറയാം. കടുത്ത ശിക്ഷാരീതികൾ ഇപ്പോഴും പിന്തുടരുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സൗദി അറേബ്യ. പ്രത്യേകിച്ച് തങ്ങളുടെ രാജ്യത്തെ തൊട്ടുകളിച്ചാൽ അവർ അടങ്ങിയിരിക്കില്ല. അത്തരത്തിൽ സൗദിയിൽ ദേശീയ പതാകയെ അപമാനിച്ച പ്രവാസികൾക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. ഇത് സംബന്ധിച്ച് 4 ബംഗ്ലാദേശ് പൗരന്മാരെ ഇന്നലെ തന്നെ ജിദ്ദയിൽ വെച്ച് അറസ്റ്റ് ചെയ്തതായി മക്ക പോലീസ് അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് നടപടികൾക്കായി 4 പ്രതികളെയും പബ്ലിക് പ്രോസിക്യൂഷന് റെഫർ ചെയ്തതായും മക്ക പോലീസ് മാധ്യമ വിഭാഗം വ്യക്തമാക്കി. 1973 ഹിജ്റ 1393 പുറപ്പെടുവിച്ച ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭേദഗതികളും അനുസരിച്ച് ആരെങ്കിലും സൗദിയുടെ ദേശീയ പതാകയോ ദേശീയ ചിഹ്നങ്ങളോ ഏതെങ്കിലും വിധത്തിൽ താഴെയിടുകയോ നിന്ദിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ 3000 റിയാൽ പിഴയും 1 വർഷം തടവോ അല്ലെങ്കിൽ ഈ 2 ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്നോ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. ഇതുകൂടാതെ സൗദിയുടെ സൗഹൃദ രാജ്യങ്ങളുടെ പതാകയെ അവഹേളിച്ചാലും ഇത്തരത്തിൽ തന്നെ ശിക്ഷ ലഭിക്കും. മറ്റു രാജ്യങ്ങളുടെ ദേശീയ ചിഹ്നങ്ങളോ ലോഗോയോ അവഹേളിച്ചാലും സമാന ശിക്ഷാ നടപടികൾ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കോവിഡ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തരുതെന്ന് കർശന മുന്നറിയിപ്പാണ് സൗദി അറേബ്യ നൽകുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം താക്കീത് നൽകിയിരുന്നു. കോവിഡ് സംബന്ധിച്ച് ഊഹാപോഹങ്ങളും വ്യാജ വിവരങ്ങളും പ്രചരിപ്പിച്ചാൽ 1 ലക്ഷം റിയാൽ മുതൽ 10 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. കുറ്റത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് സാമ്പത്തിക പിഴയും തടവ് ശിക്ഷയും കൂടി നൽകും. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കോവിഡ് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളോ ഊഹാപോഹങ്ങളോ പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ ആശങ്കയിലാകുമെന്നും മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താൻ ഇടയാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.